ഹലോ ഡിയേഴ്സ്, 3ാം ക്ലാസ്സിലെ ഫിഖ്ഹ് പാഠപുസ്തകത്തിലെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1 യോജിച്ചവ ചേർക്കാം. ഓപ്ഷൻസിൽ സുന്നത്താണ്, നിസ്കാരം, ഞാൻ വീട്ടുന്നു, മുന്നിടൽ, വെള്ളം ഒലിപ്പിക്കുക നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എടുക്കാം. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ടാണ് ഡാഷ്, മുന്നിടൽ. രണ്ടാമത്തത്, ഖിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിൻ്റെ ഷർത്താകുന്നു. 3, നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. 4, ശാരീരിക ആരാധനകളിൽ ശ്രേഷ്ഠമായത് നിസ്കാരം. 5, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. 6, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. ഇത്രയാണ് ആക്ടിവിറ്റി 1 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 2 പൂർത്തിയാക്കാം. പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ്. രണ്ടാമത്തത്, ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് കറാഹത്താണ്. മൂന്നാമത്തത്, ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും ഡാഷ്, ഖിബിലയിലേക്ക് തിരിക്കണം. അടുത്തത്, മറ കൂടാതെ ഖിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും ഡാഷ്, വിസർജനം പാടില്ല. അടുത്ത ചോദ്യം. ഇത്രയാണ് ആക്ടിവിറ്റി 2 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 3 ആണ്. നിസ്കാര സമയം എഴുതാം. തന്നിട്ടുള്ള നിസ്കാരങ്ങളുടെ സമയമാണ് അവിടെ കൊടുക്കേണ്ടത്. ഒന്നാമത്തത് അസ്വർ, അസ്വറിൻ്റെ സമയം ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അസ്വറിൻ്റെ സമയം. രണ്ടാമത്തത് മഗ്രിബ്, മഗ്രിബ് ടൈം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെയാണ്. അടുത്തതാണ് സുബഹ്, സുബഹയുടെ സമയം ഫജ്ർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഇതിൽ ആക്ടിവിറ്റി 3യിലുള്ള 3 ചോദ്യങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 4 ആണ്. വേർതിരിക്കാം. മിസ്വാക്ക് ചെയ്യുക, സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക, തലമറക്കുക, മുൻകൈ കഴുകുക, ഔറത്ത് മറക്കുക, പാദരക്ഷ ധരിക്കുക, നിയ്യത്ത് ഉച്ചരിക്കുക, വലത് കാല് വെച്ച് പുറത്തിറങ്ങുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇത്തരം ഓപ്ഷൻസ് നമ്മൾ അവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, വുളൂഇൻ്റെ ഷർത്തുകൾ, വുളൂഇൻ്റെ സുന്നത്തുകൾ, അതുപോലെ വിസർജന മര്യാദകൾ. ഇത്രയും 3 കാര്യങ്ങളിൽ നമ്മളത് തിരഞ്ഞെടുത്തെഴുതാനാണ് പറയുന്നത്. ആദ്യത്തേത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, അതിൽ നിന്നെടുത്തെഴുതാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുക, അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാവുക, സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ വരുന്നത്. ഇനി വുളൂഇൻ്റെ സുന്നത്തുകൾ വരുന്ന കാര്യങ്ങൾ മിസ്വാക്ക് ചെയ്യുക, മുൻകൈ കഴുകുക, അതുപോലെ നിയ്യത്ത് ഉച്ചരിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് വിസർജന മര്യാദകൾ. വിസർജന മര്യാദകളിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് തലമറക്കുക, പിന്നെ പാദരക്ഷ ധരിക്കുക, അതുപോലെ വലത് കാൽ വെച്ച് പുറത്തിറങ്ങുക. ഈ 3 കാര്യങ്ങൾ. ഇത്രയാണ് ആക്ടിവിറ്റി 4 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 5 ഉത്തരം എഴുതാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏത്? സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള
ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമാണ്. അടുത്തത് ഖിബ്ല എന്നാൽ എന്ത്? അവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളും നിസ്കരിക്കുമ്പോൾ ഒരേ കേന്ദ്രത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. ആ കേന്ദ്രം എന്ന് പറയുന്നത് മക്കയിലുള്ള കഅബയാണ്. ഇതിനാണ് ഖിബ്ല എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. നാലാമത്തത്, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നാലാമത്തത്, നജസ്സുകളിൽ നിന്നും 3 എഴുതുക. 1 മലം, മൂത്രം, രക്തം, ചലം. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇത്രയാണ് ആക്ടിവിറ്റി 5 ഉള്ളത്. ഇനി ആക്ടിവിറ്റി 6. എന്ത് ചൊല്ലണം? വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി എന്നാണ് ചൊല്ലേണ്ടത്. ഇത്രയാണ് നമ്മുടെ 3ാം ക്ലാസ്സിലെ ഫിഖ്ഹ് പാഠപുസ്തകത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.